കുവൈറ്റിലെ അമേരിക്കൻ എയർബേസ് സജീവമാക്കുകയാണ്. അവിടെ അമേരിക്കയുടെ സൈനിക ബേസിൽ ആയുധങ്ങൾ പെയ്തിറങ്ങുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാര്യം, ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം ഇറാന് നേരെ ഉണ്ടാവുകയാണെങ്കിൽ സുരക്ഷിതമായ രീതിയിൽ ആക്രമിക്കാൻ പറ്റുന്ന രാജ്യം അല്ലെങ്കിൽ അവരുടെ എയർബേസ്, അമേരിക്കയുടെ എയർബേസ് കുവൈറ്റ് ആണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടേക്ക് ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ സജ്ജീകരണ സംവിധാനങ്ങളും ഒരുക്കുന്നത്. ഇറാഖ് സുരക്ഷിത മേഖലയല്ല, ഇതിൻ്റെ ഇടയിൽ തന്നെ റിപ്പോർട്ട് വന്നിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഈ മേഖലയിലുള്ള അമേരിക്കയുടെ പരമാവധി സൈനിക ബേസുകളും ഇറാൻ്റെ ടാർഗറ്റിൽപ്പെട്ടതാണ്. മാത്രമല്ല പല ഘട്ടങ്ങളിലും ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനപ്പുറം ഷിയ മിലീഷ്യകൾ ഇറാനെ പിന്തുണക്കുന്ന നല്ലൊരു വിഭാഗം ഇറാഖിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് അവർക്കൊരു സുരക്ഷിതമായിരിക്കുന്ന ഇടമായിട്ട് ഇറാഖിനെ കാണുന്നില്ല. അപ്പോൾ നേരെ അവർ കുവൈറ്റിലേക്ക് തിരിച്ചിരിക്കുകയാണ്. കുവൈറ്റിൽ ഒരു സജീവത കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇത്രയും ദിവസം ഇല്ലാത്തൊരു സജീവതയാണ് എന്നാണ് വിലയിരുത്തുന്നത്. അഥവാ ആരിഫ് ജാൻ ക്യാമ്പ്, അത് അമേരിക്കയുടെ എയർബേസ് സൈനിക ബേസ് രണ്ടെണ്ണമുള്ളത്. ഒന്ന് ആരിഫ് ജാൻ ക്യാമ്പാണ്, ഒന്ന് അലി അൽ സലാം എയർബേസ്. മൂന്നെണ്ണമാണുള്ളത്. ഈ രണ്ടെണ്ണമാണ് ഏറ്റവും കൂടുതൽ സജീവമായിട്ട് സൈനികർ സാധാരണഗതിയിലുള്ളത്. കുവൈറ്റ് ഇറാഖ് യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഈ മേഖല അമേരിക്കയുടെ കൺട്രോളാണ്, നിയന്ത്രണത്തിലാണ്. 60 കിലോമീറ്റർ ഈ കുവൈത്ത് സിറ്റിയിൽ നിന്ന് വടക്ക് മാറിയിട്ടാണ് ആരിഫ് ജാൻ ക്യാമ്പ് ഉള്ളത്. സമാനമായ രീതിയിലാണ് ഏകദേശം 84 കിലോമീറ്ററോളം കുവൈത്ത് സിറ്റിയിൽ നിന്ന് അലി അൽ സലാം എയർബേസിലേക്കുള്ള ദൂരം കണക്കാക്കുന്നത്. ഈ മേഖലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വളച്ചു കെട്ടിയിരിക്കുന്ന വലിയ സുരക്ഷിതത്വമുള്ള അമേരിക്കൻ സൈനികർ കാവൽ നിൽക്കുന്ന ഏരിയയാണ്. ഇങ്ങോട്ട് കുവൈത്തുകൾക്കോ മറ്റുള്ളവർക്കോ യാതൊരു തരത്തിലുള്ള പ്രവേശനമില്ല. ഇവിടേക്ക് വരുന്ന വിമാനമോ ഇവിടുന്ന് പുറത്തു പോകുന്ന വിമാനമോ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊന്നും കുവൈത്ത് സർക്കാരിനില്ല. അതൊരു കരാർ വ്യവസ്ഥയാണ് എന്നാണ് പറയപ്പെടുന്നത്. അഥവാ അവരുടെ സ്വതന്ത്ര അധികാരമുള്ള പ്രദേശമായിട്ടോ രാഷ്ട്രം പോലെയോ അവരത് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് ചുരുക്കം. ഈ മേഖലകൾ ഇപ്പോൾ കുറഞ്ഞ ദിവസമായിട്ട് വളരെ സജീവമാണ്. അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിൻ്റെ കീഴിലാണ് ഈ രണ്ട് എയർബേസും പ്രവർത്തിക്കുന്നത്. പരിശീലനം, ട്രൂപ്പ് റൊട്ടേഷൻ, നിരീക്ഷണം എന്നിവയൊക്കെ ഇവിടെ സജീവമായിട്ട് ഇപ്പോൾ തുടരുന്നു. അഥവാ ഖത്തറിൽ നിന്ന് അമേരിക്കൻ സൈനികരെ ഈ മറ്റ് പ്രദേശത്തേക്ക് വിന്യസിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സൈനികരെ ഒഴിവാക്കിയിരുന്നു. കുറച്ച് ആൾക്കാരൊക്കെ ഈ അമേരിക്കയിലേക്ക് തിരിച്ചു പോയി എന്ന് പറയുന്നു, സ്ഥിരീകരിച്ച റിപ്പോർട്ട് അല്ലെങ്കിൽ പോലും. അതിൽ നല്ലൊരു ശതമാനം കുവൈറ്റിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. ഏകദേശം 13,500 സൈനികരാണ് നിലവിലെ സാഹചര്യത്തിൽ, അതായത് യുദ്ധസമാന സാഹചര്യങ്ങൾ ഇറാനുമായിട്ട് പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് സ്ഥിര സാന്നിധ്യം എന്ന് പറയുന്നത് 13,500 സൈനികരാണ് ഈ രണ്ട് എയർബേസിലും അതിൻ്റെ ചുറ്റുഭാഗവുമായിട്ടുള്ളത്, അതായത് കുവൈറ്റിലുള്ളത് എന്ന് ചുരുക്കം. എന്നാൽ അതിന് ശേഷം ഏകദേശം 10,000 അതിൽ കൂടുതലോ സൈനികർ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഈ അബ്രാംസ് ടാങ്ക്, ഹിമാറസ് റോക്കറ്റ് സിസ്റ്റം, ആർമഡ് വെഹിക്കിൾസ്, എയർക്രാഫ്റ്റ് C-130, C-117 എന്നിവയെല്ലാം ഇവിടെ ഇപ്പോൾ ഈ നിത്യ കാഴ്ചയായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. പല മേഖലകളിൽ നിന്നും ഈ പ്രദേശത്തേക്ക് സൈനിക സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കൾ എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കുവൈറ്റിൽ നിന്ന് ഇറാനിലേക്ക് 790 കിലോമീറ്ററാണ് ആകാശ ദൂരം കണക്കാക്കുന്നത്. കടൽ മാർഗമാണെങ്കിൽ ഈ ഏകദേശം 840-850, അത് 100 കിലോമീറ്ററിൻ്റെ അധികമാണ് വരുന്നത്. കരമാർഗമാണെങ്കിൽ 1200 കിലോമീറ്ററാണ് ദൂരപരിധി കണക്കാക്കുന്നത്. കരമാർഗം ഒരിക്കലും കുവൈറ്റിൽ നിന്ന് യുദ്ധസമാന സാഹചര്യത്തിൽ ഇറാഖ് വഴി ഇറാനിലേക്ക് ടാങ്ക് പോലെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുപോകില്ല. അതൊരിക്കലും സുരക്ഷിതമല്ല. അത്തരമൊരു മണ്ടത്തരം ഒരിക്കലും അമേരിക്ക ചെയ്യില്ല എന്ന് ഉറപ്പാണ്. പിന്നെ അവർക്ക് ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന ഇടം എന്ന് പറയുന്നത്, സുരക്ഷിതമായിരിക്കുന്ന റൂട്ട് എന്ന് പറയുന്നത് ആകാശപാതയാണ്. അപ്പോൾ കുവൈറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇറാഖാണ്. ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈവശത്തിലുള്ള ആകാശ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനം എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായ രീതിയിൽ അമേരിക്കയ്ക്ക് അറിയാവുന്നതാണ്. അയൺഡോ പോലെയുള്ള ഒരു പ്രതിരോധ സംവിധാന കാര്യങ്ങൾ ഇറാഖിലില്ല എന്നുള്ള കാര്യം അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, വളരെ കൃത്യതയോട് കൂടിയിട്ട് ആകാശത്തിലൂടെ ഇറാൻ ആക്രമിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന തരത്തിലുള്ള സംവിധാനം ഒരുക്കുകയാണ് ചെയ്യുന്നത്. റഡാർ സിസ്റ്റത്തിൻ്റെ പരിധി കണക്കാക്കുന്നത് ഏറെക്കുറെ 1 കിലോമീറ്റർ പരിധിയാണ്. അഥവാ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് 1 കിലോമീറ്റർ ദൂരപരിധി കഴിഞ്ഞാൽ അതിൻ്റെ മേലെയാണ് ഒരു വിമാനം സഞ്ചരിക്കുന്നത് എങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്
ഇറാഖിന് സാധിക്കുകയില്ല. അത് എങ്ങനെ മുമ്പ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ്റെ കൈവശത്തിലും അങ്ങനെയാണ് കണക്കാക്കുന്നത്. 1 കിലോമീറ്റർ മുതൽ ഏകദേശം 1.25 കിലോമീറ്റർ വരെയുള്ള റഡാർ സിസ്റ്റമാണ് പാകിസ്ഥാൻ്റെ കൈവശത്തിലുള്ളത്. അത് കൃത്യമായ രീതിയിൽ അമേരിക്കയ്ക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഈ അൽ-ഖ്വയ്ദയുടെ നേതാവ് ബിൻ ലാദനെ പിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ പറന്നുകൊണ്ടാണ് നിരീക്ഷണം നടത്തിയത് അമേരിക്കയുടെ സൈനികർ. യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഈ സംഭവം അറിഞ്ഞതുപോലുമില്ല. അപ്പോൾ അവിടെ നിന്നുള്ള നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബിൻ ലാദനെ പിടികൂടപ്പെടുന്നത്. ബിൻ ലാദനെ പിടികൂടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം താമസിച്ചിരിക്കുന്ന വീട് എന്ന് പറയുന്നത് അതിൻ്റെ ഏകദേശം 1.5 കിലോമീറ്ററിൻ്റെ അപ്പുറത്താണ് പാകിസ്ഥാൻ്റെ മിലിറ്ററി ഉള്ളത്. അപ്പോൾ വലിയ മിലിറ്ററി സംവിധാനത്തിൻ്റെ 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ഭീകരവാദിയായിരിക്കുന്ന ബിൻ ലാദൻ ഒളിച്ചു കഴിഞ്ഞിട്ട് അത് അവർക്കറിയില്ല എന്ന് പറയുന്നതിൽ എന്ത് ന്യായം എന്ന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അമേരിക്കയല്ല ചോദിച്ചത്, കാരണം അമേരിക്കയും പാകിസ്ഥാനും വലിയ സഖ്യകക്ഷികളാണ്. പക്ഷേ ഇതിൻ്റെ അതിർത്തിയിലായിരുന്നു. ഈ സൈനിക ബേസിലുള്ളവർ പോലും അറിയാത്ത വിധം ബിൻ ലാദനെ അമേരിക്ക ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് വിമാനത്തിൽ നിന്ന് പാരച്യൂട്ട് വഴി ആളുകൾ ഈ സൈനികർ താഴോട്ടിറങ്ങി വീട് ഇടിച്ച് അകത്ത് കയറി ബിൻ ലാദനെ വെടിവെച്ച് കൊന്നു എന്നുള്ളതാണ് ആ റിപ്പോർട്ടിനകത്ത് പറയുന്നത്. അതിനേയും ശേഷം ഏകദേശം 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വെടിവെച്ച് കൊന്നതിന് ശേഷം നിരീക്ഷണം നടത്തപ്പെട്ടു എന്നുള്ളതാണ്. ഈ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അവിടെ തന്നെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. കൃത്യമായ രീതിയിൽ ഇദ്ദേഹമാണ് എന്ന് ഉറപ്പായതിന് ശേഷമാണ് പാകിസ്ഥാൻ ഈ സംഭവങ്ങളെല്ലാം അറിയുന്നത്. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം എന്നും പറയുന്നു. കാരണം പിടികൂടി വെടിവെച്ച് കൊന്നതിന് ശേഷം ബിൻ ലാദനെ അവർ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ഇവരറിഞ്ഞത് എന്നും പറയപ്പെടുന്നു. പിന്നെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ ആദ്യത്തെ ചെറിയ ഒരസലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും വെടികൊണ്ട് മരിച്ചത് ഭീകരവാദിയാണ്, അത് ന്യായീകരിക്കാൻ വേണ്ടി പാകിസ്ഥാന് പറ്റില്ല. അല്ലെങ്കിൽ പാകിസ്ഥാൻ അതിന് സപ്പോർട്ട് ചെയ്തു എന്ന് ലോകം പറയും. അത് അവർക്ക് വലിയ പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് പാകിസ്ഥാൻ തന്നെ പ്രതിയാകുന്ന സ്ഥലത്ത് അവർ പിന്നെ മൗനം പാലിക്കുകയാണ് രക്ഷ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അവരും അമേരിക്ക തമ്മിൽ വിഷയം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഓരോരോ രാജ്യത്തും എത്രത്തോളം പ്രതിരോധ സംവിധാനങ്ങളുണ്ട്, റഡാർ സംവിധാനത്തിന് എത്രത്തോളം ശക്തിയുണ്ട് എന്ന് വളരെ കൃത്യമായ രീതിയിൽ അറിയുന്ന രാജ്യമാണ് അമേരിക്ക. അതുകൊണ്ട് കുവൈറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് അവർ താല്പര്യം കാണിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം റഡാർ സംവിധാനത്തിന് നിരീക്ഷണത്തിൽ കുടുങ്ങാത്ത വിധം യുദ്ധവിമാനങ്ങൾ പറന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കാനുള്ള സംവിധാനം യഥാർത്ഥത്തിൽ അമേരിക്ക ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സർവ്വ മേഖലയിൽ ഇപ്പോൾ ഈ സെൻട്രൽ കമാൻഡിൻ്റെ റിപ്പോർട്ട് വന്നത് ഈ ഇത്രയും കാലം, അതായത് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക സ്വരൂപിച്ചിരിക്കുന്ന ആയുധങ്ങളും വെടിക്കോപ്പുകളും കപ്പൽ സംവിധാനങ്ങളും മതിയാകില്ല എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് മറ്റുള്ള രാജ്യങ്ങളോട് സഹകരണം തേടിക്കൊണ്ട് ഇറാഖിനെ എങ്ങനെയാണോ ആക്രമിച്ചത് ആ തരത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഈ യുദ്ധത്തിൽ പരാജയപ്പെടും എന്ന പരാമർശമുണ്ട്. ആ ഇറാഖ് അമേരിക്കൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഒരു ഇറാൻ ഒഴികെ ബാക്കി എല്ലാ അറേബ്യൻ രാജ്യങ്ങളും ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി ഭൂമിക വിട്ടുകൊടുത്തവരാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ നടന്നു. കുവൈറ്റാണ് ഇറാഖുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രധാനമായിരിക്കുന്ന രാജ്യം. സൗദി അറേബ്യ അവരും അങ്ങനെ തന്നെയായിരുന്നു. ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും, മിഡിൽ ഈസ്റ്റിലെ ബന്ധപ്പെട്ട എല്ലാ രാജ്യങ്ങളും ഇറാഖിനെതിരെ ആയിരുന്നു ആദ്യഘട്ടത്തിലുണ്ടായി. പിന്നെ അവസാന ഘട്ടത്തിൽ ബാഗ്ദാദൊക്കെ തകർത്തതോട് കൂടിയിട്ട് പിന്നീട് അറബ് രാജ്യങ്ങൾക്ക് മാനസികമായ രീതിയിൽ പ്രയാസമുണ്ടായി. അവർ ആ വിഷയങ്ങൾ ജോർജ് ബുഷിനോട് പറഞ്ഞു, യുദ്ധം നിർത്താൻ വേണ്ടി പറഞ്ഞു. നിങ്ങൾ മെസോപ്പൊട്ടോമിയൻ നഗരത്തെ ആക്രമിക്കരുത്, അത് ഞങ്ങളുടെ സാംസ്കാരിക പൈതൃകമാണ്. അറേബ്യൻ സംസ്കാരം, മുസ്ലിം സംസ്കാരം, മാനവ സംസ്കാരം ഇതെല്ലാം ബാഗ്ദാദിലുള്ള മെസോപ്പൊട്ടോമിയയിൽ നിന്നുണ്ടായതാണ്. അവിടേക്ക് നിങ്ങൾ വെടിവെക്കുന്ന സമയത്ത് ഞങ്ങളുടെ നെഞ്ചിന് വെടിവെക്കുന്നതിന് തുല്യമാണ്. ആയതിനാൽ എന്ത് ചെയ്യണോ, നിങ്ങൾ ബാഗ്ദാദ് പിടിച്ചെടുക്കുന്ന അവസാനിപ്പിക്കണം, സാമ്പത്തിക നഷ്ടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തുതരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ യുദ്ധാവസാനം മനമാറ്റം ഉണ്ടായതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കുവൈത്തിനെ സജീവമാക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഈ കമാൻഡർമാരുടെയൊക്കെ അഭിപ്രായത്തിൽ ഇത്രയൊന്നും പോരാ എന്നുള്ള, അഥവാ ഇറാൻ എന്ന് പറയുന്ന സൈനിക രാജ്യത്തിൻ്റെ ബലവും ശക്തിയും അവരുടെ ആയുധത്തിൻ്റെ മൂർച്ചയും അവർ ആയുധം ഒളിപ്പിച്ചു വെക്കപ്പെട്ട മേഖലയിലും നിർമ്മിക്കുന്ന ഏരിയകളും ഇപ്പോഴും അജ്ഞാതമാണ്. ആകാശ നിരീക്ഷണം നടത്താൻ എത്രത്തോളം ബലമുള്ള റഡാർ സംവിധാനം അവരുടെ കൈവശത്തിലുണ്ട് എന്നതിൽ പോലും അമേരിക്കയ്ക്ക് അഭിപ്രായ ഭിന്നതയുണ്ട്. ഒരു കൂട്ടർ ഇത്ര എന്ന് പറയുന്നു, ഒരു കൂട്ടർ അത്ര എന്ന് പറയുന്നു, 1 കിലോമീറ്ററിന് താഴെ എന്നൊക്കെ പറയുന്നു. ചിലർ പറയുന്നു 3 കിലോമീറ്ററോളം ദൂരപരിധിയുള്ള റഡാർ സിസ്റ്റങ്ങൾ അവരുടെ കൈവശത്തിലുണ്ട് എന്നുള്ളത് അങ്ങനെയും പറയുന്നു. വലിയ സഹായ കാര്യങ്ങളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന അഭിപ്രായം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, അമേരിക്ക ഭയപ്പെടുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം
തിരിച്ചടി, അതായത് കപ്പലിലാണ് വലിയ സംവിധാനം, 60ഓളം യുദ്ധവിമാനങ്ങൾ, മറ്റൊരു കപ്പൽ 75ഓളം യുദ്ധവിമാനങ്ങൾ, 5000ഓളം സൈനികരൊക്കെ ഈ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കേന്ദ്രീകൃതമാണ്. പക്ഷേ അവർ നിൽക്കുന്ന എവിടെയാണ്? അവർ ഭൂമിയിലല്ല, കടലിലാണ്. നിരന്തരം മിസൈൽ വെച്ചുകൊണ്ടുള്ള ആക്രമണം കടലിലെ കപ്പൽ നേരെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ 2 കപ്പലും മുങ്ങിത്താവും എന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലെങ്കിൽ അത് ഒടിഞ്ഞു തൂങ്ങുന്നൊരു സ്ഥിതി വരും. അവിടെ നിന്ന് ആക്രമിക്കാൻ പറ്റാത്ത വിധം അവർ ഇല്ലാതാകുന്നൊരു സ്ഥിതിയിലേക്ക് വരും. അത് ഇവിടെ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് അത് അമേരിക്ക അനുഭവിച്ചതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം കുവൈറ്റിലേക്ക് അമേരിക്ക സൈനിക സംവിധാനങ്ങളും പടക്കോപ്പുകളും കൂടുതലായിട്ട് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്ന് ചുരുക്കം.